മോർണിംഗ്. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ ഒരു 6 മണി കഴിഞ്ഞു. ഇന്നിപ്പം സൈനോരയ്ക്കും ചയണയ്ക്കൊന്നും ക്ലാസ് ഇല്ലെന്ന്, ശനിയാഴ്ചയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പണികളൊക്കെ ഇപ്പം ഞാൻ രാവിലെ ചോറ് വയ്ക്കാനാണ്. വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചു, കാരണം ഇന്ന് ഹസ്ബൻഡിന് പോകണം. അപ്പം അതുകൊണ്ട് ചോറ് കൊടുത്തു വിടണം. പിന്നെ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. ഞാൻ രാവിലെ മുതൽ ഏതാണ്ട് ഒരു ഉച്ച വരെയുള്ളൊരു വ്ളോഗാണ് കേട്ടോ എടുക്കുന്നത്. കാരണം ഉച്ച കഴിഞ്ഞ് എനിക്കങ്ങനെ വലിയ ജോലികളും കാര്യങ്ങളൊന്നും ഇല്ല എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഉച്ചവരെ, പ്രത്യേകിച്ച് ഇന്ന് പിള്ളേർക്ക് പഠിത്തമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങും പോകാനൊന്നുമില്ല. അല്ലെങ്കിൽ രാവിലെ സൈനക്കുട്ടിയെ ഞാൻ കൊണ്ടുവിടാനൊക്കെ പോകുന്നതായതുകൊണ്ട് രാവിലെ അതനുസരിച്ചായിരിക്കും എൻ്റെ ജോലികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഉച്ച കഴിഞ്ഞ് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. രാവിലെ ഏറ്റവും ഉടനെ ഇച്ചിരി വെള്ളം കുടിക്കൂ കേട്ടോ. രാവിലെ കട്ടൻ ചായ അങ്ങനെ അധികം കുടിക്കാറില്ല, എനിക്ക് അത്ര ഇഷ്ടമല്ല ചായ കുടിക്കാൻ. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഇച്ചിരി വെള്ളം കുടിച്ചങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഗ്രീൻ ടീ ആയിരുന്നു ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് തീർന്നതുകൊണ്ട് ഇപ്പം ഗ്രീൻ ടീ കുടിക്കലില്ല. അപ്പോൾ വെള്ളം തലേ ദിവസം തിളപ്പിച്ചിട്ട വെള്ളം ആയതുകൊണ്ട് വെള്ളത്തിന് ചൂടില്ലാത്ത വെള്ളമാണ് കേട്ടോ. രാത്രി ഇന്നും വെള്ളം തിളപ്പിച്ചിട്ട് കിടക്കും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ചായക്ക്, കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചേക്കുന്നത് ചേട്ടായിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് ചായ കഷ്ടി വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അരി രാവിലെ തന്നെ നേരത്തെ അടുപ്പയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, എണീറ്റ് ഉടനെ തന്നെ. അപ്പോൾ നമുക്കിന്ന് ക്യാബേജ് തോരൻ വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണത്. കരിയുടെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അരി ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുപ്പിൽ ചോറ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുപ്പിൽ തന്നെ കറികളും പെട്ടെന്ന് ചെയ്തെടുക്കാം. എൻ്റെ ഗ്യാസ് തീർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇൻഡക്ഷൻ കുക്കറിലും നമ്മുടെ ഈ വിറകടുപ്പിലായിട്ടാണ് കേട്ടോ ഇപ്പോൾ പണികളൊക്കെ ചെയ്യുന്നത്. രാവിലെ തന്നെ ചേട്ടായി ചോറ് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ രാവിലത്തെ കാപ്പിയും ചോറും ഒക്കെ എനിക്ക് രാവിലെ തന്നെ ആകും. അപ്പോൾ സയോണിക്ക് ക്ലാസ്സുള്ള ദിവസം അവൾക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ എല്ലാം റെഡി ആവണം. മാക്സിമം ഒരു 7 മണിക്ക് മുമ്പ് എല്ലാ കാര്യങ്ങളും റെഡിയായി കിട്ടണം. അപ്പോൾ ഞാനിത് ക്യാബേജ് അരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ. സാധാരണ ഞാൻ തലേദിവസം രാത്രിയൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വെക്കാറ് പതിവ്. ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കറിക്കുള്ളതൊക്കെ അരിഞ്ഞിട്ട് പിന്നെ അടുത്ത ബാക്കി വേഗം കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അതിന് ചേർക്കാനുള്ള ബാക്കി തേങ്ങയും, ഞാൻ തേങ്ങ ചേരുമ്പോൾ ഇവിടെ മിട്ടു വന്നിങ്ങനെ നോക്കിയിരിക്കട്ടെ. ഞങ്ങൾ മിട്ടുപൂച്ചയാണേ. തേങ്ങ ചേരേണ്ടെന്ന് ഒച്ച കേൾക്കുമ്പോഴേക്കും അവന് ഓടി വരും. അവനൊരു കുറച്ച് കൊടുക്കുന്നവരെ അവനോട് നോക്കിയിരിക്കും. പിന്നെ തേങ്ങ ചേർത്ത് തീരുന്നത് വരെ പുള്ളി അടുത്ത് തന്നെ ഉണ്ടാവും. രാവിലെ തന്നെ ജാക്കിനെ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ അഴിച്ചു വിട്ട് കഴിയുമ്പം ജസ്റ്റ് നമ്മുടെ പെരക്കകത്തോടൊക്കെ ഒന്ന് കയറി വരും. തൊട്ടപ്പുറം ടോബീനെ കിട്ടിയേക്കുന്നത്. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോകും. കുറച്ച് നേരം അവൻ്റെയൊക്കെ അടുത്ത് പോയി നിൽക്കും. ഒരു കുറച്ച് നേരം അഴിച്ചു വിട്ടതിന് ശേഷം നമ്മൾ അവനെ വീണ്ടും കൂട്ടിക്കയറ്റുവേ. അപ്പം മാങ്ങ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് പൊടി ഇട്ടിട്ടാണോ അരയ്ക്കുന്നത്, അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. പച്ചമുളക് ഇറക്കുന്നതിനേക്കാളും മുളക് പൊടി ഇട്ട് അരച്ചെടുക്കുന്നതാണ് ഇഷ്ടം. അപ്പം നമ്മളിപ്പോൾ നൊയമ്പായതുകൊണ്ട് തന്നെ നോൺ വെജ് ഒന്നും അങ്ങനെ ഇല്ല. നമ്മൾ മുട്ട കഴിക്കും കേട്ടോ. മുട്ട നൊയമ്പിന് കൂടെ കൂട്ടിയിട്ടില്ല. ഇറച്ചി മീനുകളൊക്കെയാണ് നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നത്. പിന്നെ ചേട്ടായിക്ക് നൊയമ്പില്ല. അപ്പോൾ ഞങ്ങൾ എനിക്കും ഫാമിലിക്ക് മാത്രമേ നൊയമ്പ് നോക്കുന്നുള്ളൂ. അപ്പോൾ രാവിലെ മാങ്ങ അരക്കാമെന്ന് വെച്ചു. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ ആവും. അപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്ത കറിയും കൂടെ അടുപ്പിലേക്ക് ആക്കാവേ.
ഇനിയിപ്പോൾ അവരൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. സൈനൊന്നും എണീറ്റിട്ടില്ല. അവർ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ ഇച്ചിരി താമസിച്ച് എണീക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എടുക്കുന്നതുകൊണ്ട് ഫോണിൽ എടുത്ത് ഇങ്ങനെ ഒന്ന് വെച്ചിട്ടെടുക്കാനൊക്കെ ബുദ്ധിമുട്ട്. നമുക്ക് ജോലികൾ ചെയ്യുമ്പോൾ ഇച്ചിരി താമസം വരും. അപ്പോൾ അവരാരെങ്കിലും എണീറ്റ് വന്നിട്ട് വേണം നമുക്ക് വീഡിയോ ഒക്കെ നന്നായിട്ടൊന്ന് എടുക്കാൻ. അപ്പോൾ എൻ്റെ ചോറ് ഏതാണ്ട് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചോറ് വാർത്തേക്കാന്ന് വിചാരിച്ച് മാറ്റി. ഇപ്പോൾ ക്യാബേജ് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചുമന്ന കളറിലിരിക്കണതാണ് ഇഷ്ടം. എനിക്കിഷ്ടം അങ്ങനെ വെക്കുന്നതാണ് ക്യാബേജ്. അപ്പം അതുകൊണ്ട് ഞാൻ ആ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കണത്. തേങ്ങയും വറ്റൽമുളകും സവോളയും എല്ലാം കൂടെ ചേർത്ത് ഒന്നിച്ച് എല്ലാം ചേർത്ത് നമ്മുടെ അതിനകത്തേക്ക് മുളക് പൊടി എല്ലാം കൂടി തിരുമ്മിയിട്ട് ഞാൻ ഒന്നിച്ച് എണ്ണ ഒഴിച്ച് കടുക് താളിച്ച് അടുപ്പത്തേക്ക് വെക്കുകയാണ് പതിവ്. അപ്പോൾ ചേട്ടായിക്ക് കൊണ്ടുപോകാനുള്ള ചോറ് കേട്ടോ എന്നും ഇരയ്ക്കകത്താണ് കേട്ടോ കൊണ്ടുവന്നത്. നേരത്തെ നമ്മൾ പാത്രത്തിലാണ് കൊടുത്ത് വിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഓരോ ദിവസവും പാത്രം കളഞ്ഞിട്ട് വരുന്നതുകൊണ്ട് തിലപ്പൊടിയാക്കി. ഇപ്പോൾ ചേട്ടായി കാപ്പി കുടിച്ചിട്ട് പോയി. ചേട്ടായിക്ക് വേണ്ടിയിട്ട് ഞാൻ രാവിലെ ദോശ ഉണ്ടാക്കി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചമ്മന്തി നേരത്തെ ഉണ്ടാക്കി വെച്ചു. ദോശ ചേട്ടായിക്ക് വേണ്ടി മാത്രമുള്ളത് ഞാൻ ഉണ്ടാക്കിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി രാവിലെ എണീറ്റപ്പോൾ മുഖമൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പല്ല് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഞാൻ സാധാരണ ചേട്ടായി പോയി കഴിഞ്ഞിട്ട്, കാരണം രാവിലെ ഞാൻ ചായയൊന്നും കുടിക്കുന്നില്ലാത്തതുകൊണ്ട് വെറുതെ മുഖമൊക്കെ കഴുകി വായൊക്കെ കഴുകാറേ ഉള്ളൂ. അപ്പം ഞാൻ പുള്ളി പോയി കഴിഞ്ഞപ്പോൾ പോയി പല്ലൊക്കെ തേച്ചിട്ട് വന്നു. മുഖമൊക്കെ ഒന്ന് കഴുകി രാവിലെ ഒന്ന്. അതിന് ശേഷമാണ് കേട്ടോ മുടിയൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ അഴിച്ചിട്ട് അങ്ങനെ എടുക്കാറുള്ളൂ. അപ്പം ഇപ്പോൾ ഏതാണ്ട് ഫുഡിൻ്റെ പരിപാടിയൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. ഇനി എനിക്ക് ഇപ്പോൾ സയനക്കുട്ടി എണീറ്റ് വന്നായിരുന്നു കേട്ടോ. അവിടെ വന്ന് എൻ്റെ അടുത്ത് വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനെടുത്ത് എനിക്ക് ചായക്കുള്ള പണി നോക്കണം. ഞാനൊരു 8 മണിക്ക് മുമ്പ് ഞാൻ ചായ കുടിക്കും രാവിലെ. സയനക്കുട്ടി പല്ല് തേക്കാനായിട്ട് പോയി നിൽക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ പാല് തിളപ്പിച്ചത് മിട്ടുവിനുള്ള പാലാണ്. നമ്മൾ ഇച്ചിരി മാറ്റി വയ്ക്കും, കപ്പിനകത്തേക്ക് ഇച്ചിരി മാറ്റി വയ്ക്കും. പിന്നെ സയോണിക്കുട്ടിക്ക് ഒരു 1/2 ഗ്ലാസ് പാല് മാറ്റാറുണ്ട്. പാൽ അവൾ ബോൺവിറ്റ ഹോർലിക്സ് അങ്ങനെ എന്തെങ്കിലും സാധാരണ ഇട്ട് കഴിക്കാറ്. ഇപ്പം അത് എല്ലാം തീർന്നിരിക്കുകയാണ്. ഇനി എല്ലാം ഒന്ന് വാങ്ങിച്ച് വെക്കണം. അപ്പോൾ അതുകൊണ്ട് പാല് മാത്രമായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പാല് മാത്രമായിട്ട് കുടിക്കാൻ അവൾക്ക് മടിയാണ്, കുടിക്കാറില്ല. ഞാൻ വല്ലപ്പോഴും അങ്ങനെ എന്തെങ്കിലും പൊടികൾ ചേർത്ത് അങ്ങനെ കൊടുക്കാറ്. പിന്നെ ഇന്നിപ്പോൾ താമസിച്ച് എണീറ്റ് വന്ന് ഇച്ചിരി കഴിക്കാനൊക്കെ ഇച്ചിരി താമസമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊരു ഗ്ലാസ് പാൽ കൊടുത്തേക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ ചായയും ഇവിടെ ഇന്ന് റെഡി ആവുന്നുണ്ട്. എനിക്ക് ഇച്ചിരി കടുപ്പത്തിൽ ചായ വേണം. ഞാൻ മധുരം ഇടാത്ത ചായയാണ് സാധാരണ കുടിക്കുന്നത്. മധുരം ഇട്ട് അങ്ങനെ കഴിക്കാറില്ല. എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്നത് കഴിക്കാറില്ല. അപ്പോൾ രാവിലെ ആ ഒരു സമയത്ത് ഒന്ന് റിലാക്സ് ചെയ്ത് ഇച്ചിരി നേരം ഇരുന്ന് രാവിലെ ബമ്പർച്ചിരി കണ്ടുകൊണ്ടിരുന്നാണ് കേട്ടോ ചായ കുടിക്കുന്നത്. അപ്പോൾ ഞാനും ചായ കുടിച്ച്, സയനക്കുട്ടി പാല് കുടിച്ച്. ഞാനിപ്പോൾ ഇരിക്കുന്ന സാധനം ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. നമുക്കൊന്ന് വീട്ടിലുള്ള പഴയ തുണികളൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു സാധനത്തിലാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത്. സയോണ കേട്ടോ അവിടെ സൈനോരെ കിടന്ന് ഉറങ്ങുന്നത് കേട്ടോ. അവൾ എണീറ്റ് വരുന്നതേ ഉള്ളൂ. അവൾ ഇച്ചിരി താമസിക്കും. അപ്പോൾ രാവിലെ ബാക്കി ഇനി ദോശയൊക്കെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അതും കൂടെ ചുട്ടെടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് തൽക്കാലം അടുക്കളയിലെ പണി അങ്ങ് കഴിയും. അപ്പോൾ ഇനി നമുക്കത് ഒന്നിച്ച് ചുട്ടെടുത്ത് നമുക്കതങ്ങ് മാറ്റി വയ്ക്കാം. സാമ്പാറാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ദോശയ്ക്ക് ഇഷ്ടം. ഇഡ്ഡലി സാമ്പാർ, ദോശ സാമ്പാർ അങ്ങനെയാണെങ്കിൽ വലിയ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ അത് അടുപ്പിച്ച് ഉണ്ടാക്കിയത് കൊണ്ട് ഞാനിന്ന് സാമ്പാർ ഒഴിവാക്കിയിട്ട് അത് ചുമന്ന ചമ്മന്തിയാക്കി. സാധാരണ വെള്ള ചമ്മന്തിയും സാമ്പാറും ഒക്കെയാണ് കൂടെ ഒരു മുട്ട ഒഴുങ്ങിയത് അങ്ങനെയൊക്കെയാണ് വെച്ച് കൊടുക്കാറ്. ഇന്നിപ്പം ഞാൻ ഓർത്തു ഒന്ന് വേറൊരു രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ചുമന്ന കളർ ചമ്മന്തി. അങ്ങനെ സാധാരണ ഞാൻ അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇന്നതങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ദോശ മുഴുവൻ ചുട്ട് അതേ തീർന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കിനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. രാവിലത്തെ പാത്രങ്ങൾ കുറച്ച് അത് പിന്നെ രാത്രിയിലുണ്ടാക്കിയ 1-2 പാത്രങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴുകാൻ വേണ്ടി വെള്ളം ഒഴിച്ചിട്ടേക്കുമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അത്യാവശ്യം പാത്രങ്ങളുള്ളതെല്ലാം നമുക്കൊന്ന് കഴുകിയെടുക്കാം. പാത്രങ്ങൾ കൂടുതൽ വരുന്നത് ഇവരെന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയും പാത്രങ്ങൾ. അല്ലെങ്കിൽ ഇങ്ങനെ വരില്ല. അവരെന്തെങ്കിലുമൊക്കെ എടുക്കുകയും വെള്ളം കുടിക്കാനൊക്കെ എടുക്കുന്ന ഓരോ ഗ്ലാസ്സും എടുത്തിട്ട് അവിടെ വെക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും പാത്രങ്ങൾ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് പാത്രം കൂടെ കഴുകി തീർത്ത് അടുക്കളയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ കഴിക്കാൻ മാത്രമായിട്ട് കയറിയാൽ മതി.
അപ്പോൾ വേഗം 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 ഞാൻ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സയോണ എൻ്റെ കൂടെ എല്ലാത്തിനും ഞാനിവർ സയോണ എന്ന് വിളിക്കുമ്പോൾ തന്നെ വീട്ടിലങ്ങനെ വിളിക്കാറില്ല. സയോണേനെ കുഞ്ഞുമണിയെന്നും സൈനോരേനെ അച്ചു എന്നാണ് കേട്ടോ വിളിക്കുക. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവർ വീട്ടിലങ്ങനെ വിളിക്കാറുമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഇടയ്ക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് സഹായിക്കാറുണ്ട് കേട്ടോ. പിന്നെ അച്ഛനാണെങ്കിൽ അത്യാവശ്യം എല്ലാം കുക്ക് ചെയ്യാനൊക്കെ അറിയാം. ഇറച്ചി, മീൻ, പച്ചക്കറികളായാലും എന്താണെങ്കിലും ഉണ്ടാക്കാൻ അവൾക്ക് തോരൻ, മെഴുക്ക് വരട്ടി, ചാറുകറി, തീയലുകൾ എല്ലാം തന്നെ അവൾക്ക് ഉണ്ടാക്കാൻ അറിയാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ചെയ്യും, ഇന്നത് ഉണ്ടാക്കാമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാക്കി സഹായിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയത് ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഓരോന്ന് വെക്കേണ്ടടുത്ത് തന്നെ അങ്ങ് വെച്ചേക്കുവാണെങ്കിൽ അത് പുറത്ത് നമ്മുടെ വർക്ക് ഏരിയയിൽ ഇരിക്കുന്നതുകൊണ്ട് വെള്ളം ചാടിയാലും നമുക്ക് കുഴപ്പമില്ല. അവിടെ ടൈലിട്ടത് അറിയല്ല, വെറുതെ പരിക്കനിട്ടേക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഇച്ചിരി വെള്ളം ചാടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കഴുകി പാത്രങ്ങൾ വെക്കുന്ന സ്റ്റാൻഡുകളെല്ലാം നമ്മൾ പുറത്ത് തന്നെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാ അടുക്കളയൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ആവശ്യമില്ലാത്ത പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി. അപ്പോൾ നമ്മുടെ പപ്പടം തലേദിവസം രാത്രി പൊരിച്ച് വെച്ച പപ്പടം ഉണ്ട്, പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ തോരനും ചോറും എല്ലാം റെഡിയായി. അത്യാവശ്യം എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പിറക്കി വെച്ച് അങ്ങനെ അടുക്കളയിലത്തെ പണിയെല്ലാം തീർന്ന് ഞാൻ കഴിക്കാനായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സയോണക്കുട്ടി കഴിച്ചിട്ട് ഞാൻ പാത്രം കഴിയുന്ന സമയത്ത് അവൾ തന്നെ എടുത്ത് കഴിച്ചു. നമ്മൾ ഫുഡ് ഉണ്ടാക്കി വെച്ചാൽ മതി, അവളെല്ലാം എടുത്ത് കഴിച്ചോളും. രണ്ടുപേരും അത് നമ്മൾ എടുത്തു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഒരു 9:15 സമയം. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലാണെങ്കിൽ ഈ സമയത്ത് കാപ്പിപ്പൊടി കഴിഞ്ഞിട്ട് അവർ റെഡിയാകും. അച്ഛൻ നേരത്തെ പോകും. കുഞ്ഞുമണീനെ ഞാൻ 9:30 ആകുമ്പോൾ കൊണ്ടുവിടും. അപ്പോൾ ആ ഒരു സമയത്തിനനുസരിച്ച് റെഡിയാകും കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ജാക്കിക്കും ടോബിക്കും മിട്ടുവിനൊക്കെ ചോറ് കൊടുക്കണം. അപ്പോൾ അതിനുള്ള പണി നോക്കുകയാണ് കേട്ടോ. അവർ പാത്രം എല്ലാ ദിവസവും നമ്മൾ കഴുകിയെടുത്ത് വേണം നമ്മൾ ഭക്ഷണം കൊടുക്കാൻ. അപ്പോൾ രണ്ടുപേരുടെയും പാത്രം ഞാൻ കഴുകിയെടുത്ത് അവർക്കുള്ള ചോറ്, അവർക്ക് നോൺ വെജ് എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ അത് പുഴുങ്ങിയാണ് നമ്മൾ കൊടുക്കുന്നത്, വേറെ ഒന്നും ചേർക്കാതെ. അവർക്കധികം ഈ എണ്ണയോ അല്ലെങ്കിൽ മസാലകളോ ഒന്നും ചേരുന്നത് അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വേവിച്ചിട്ട് പിന്നെ ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ടോബിക്ക് ഭക്ഷണം കൊടുക്കുന്ന കണ്ടിട്ടാണ് അവനവിടെ കിടന്ന് ജാക്കി അവിടെ കിടന്നുകൊണ്ട് അത്രയും ചാടുന്നത്. അങ്ങനെ അവർക്കുള്ള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ രാവിലത്തെ ആ പരിപാടി അങ്ങ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി അടുത്തുള്ള നമ്മുടെ ക്ലീനിങ് ആണ്. സാധാരണ രാവിലെ ഞാൻ അവരെ കൊണ്ട് സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ടാണ് വീട്ടിൽ വന്നിട്ട് ഞാൻ അടിച്ചു വാരി എല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെക്കാറ്. ഒരു 10-10:30 ഞാൻ വീട്ടിൽ വരും. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ ധൃതി പിടിച്ച് ചെയ്യാറില്ലായിരുന്നു. അതിപ്പോൾ എങ്ങും പോകാനില്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ എല്ലാം അടിച്ചു വാരി ഇട്ടേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്കധികം അങ്ങനെ ഇവിടെ വേറെ ഒന്നുമില്ല. നമ്മുടെ ഈ വീടിൻ്റെ മുകളിൽ ഞാൻ ഹോം ടൂറിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സീൽ ചെയ്തൊക്കെ ഞങ്ങൾ എല്ലാം മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പം അങ്ങനെ അതുകൊണ്ട് കുറച്ച് ചിക്കൽ വലിയ എന്തെങ്കിലും പൊടികൾ, പൂച്ചയൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോൾ അതിൻ്റെ പൊടികളെല്ലാം താഴെ ചാടും കേട്ടോ. അപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എപ്പോഴും അടിച്ചു വാരാനും ഒക്കെ ഉണ്ടാവും. അല്ലാതെ നമുക്കധികം അങ്ങനെ ഉണ്ടാവാറില്ല. പിന്നെ തുടയ്ക്കുന്നതൊക്കെ ഞാൻ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഓരോ ദിവസം ഓരോ കാര്യങ്ങളാണ് ചെയ്യുക. മുറ്റമൊക്കെ അടിച്ചു വാരുമ്പോൾ നമുക്ക് ഒരുപാട് മുറ്റം അടിച്ചു വാരാനുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ വേറെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അതുപോലെ തുണി അലക്കുന്നതൊക്കെ 1-2 ദിവസമൊക്കെ അലക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് തുണി അലക്കാനില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പെര മുഴുവൻ തുടച്ചിട്ടതാണ്, അടിച്ച് തുടച്ചെല്ലാം ഇട്ടേക്കുന്നത് കൊണ്ടും ഇപ്പോൾ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായിരുന്നു. ഞാൻ രാവിലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അകത്തെ പണിയും ഏതാണ്ട് ഒതുങ്ങി. പിന്നെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ട്. നമ്മൾ അലക്കുന്ന ദിവസം തുണികളെല്ലാം എടുത്ത് അകത്ത് നമ്മൾ ഉപയോഗിക്കാത്തൊരു മുറിയുണ്ട്, ആ മുറിയിൽ കൊണ്ടുപോയി വെക്കും. പിന്നെ അവിടെ നിന്നെടുത്ത് ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എല്ലാം മടക്കി വെക്കും, തേക്കാനുള്ള തേച്ച് വെക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ നമുക്ക്. പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് പുറത്തൊക്കെ പോകേണ്ടതുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യും. ചില ദിവസം നേരത്തെ എണീക്കും. ഇന്നിപ്പോൾ 6 മണിക്ക് എണീറ്റ, അല്ലാതെങ്കിൽ ഞാൻ നേരത്തെ എണീക്കും. സാധാരണ ഒരു 5 മണി 5:15 മുമ്പൊക്കെ ഞാൻ എണീക്കുന്നതാണ്. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി താമസിച്ച് എണീറ്റതാണ് കേട്ടോ.
എല്ലാവർക്കും കൂടെ ഒരുമിച്ചൊരു മുറി കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിങ്ങനെ ചെയ്തേക്കുന്നത്. ദിവാൻ കൂട്ടും 2 കട്ടിലും എല്ലാം നമ്മൾ ഇങ്ങനെ ഒറ്റ മുറിയിൽ തന്നെ ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ആ മുറിക്ക് സൗകര്യം ഒത്തിരി കുറവുള്ളത്. അപ്പോൾ അച്ചു രാത്രി പഠിക്കാൻ വേണ്ടി കുറച്ച് നേരം വായിക്കാൻ വേണ്ടി എടുത്ത ബുക്കാണ് കേട്ടോ. അത് എണീറ്റ് പോയപ്പോൾ അത് അവിടെ തന്നെ വെച്ചിട്ടാണ് പോയത്. ഒന്നും മാറ്റിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ മുറിയിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ചാമ്പയാണ് കേട്ടോ. ചാമ്പ നിറച്ച് ചാമ്പങ്ങയുണ്ട്. പക്ഷേ ചാമ്പ ഞങ്ങളവിടെ താമസിക്കാൻ വന്നത് മുതൽ ഇതിൽ നിറച്ചുണ്ടാവാറുണ്ട്. പക്ഷെ നമുക്ക് ഒരിക്കലും അത് ഒരു ഗുണം ചെയ്തിട്ടില്ല. കാരണം ചാമ്പങ്ങ കേടാണ് കേട്ടോ, നിറയെ കേടാണ്. അത് ഓരോ ചാമ്പങ്ങയിലും അതിൻ്റെ എന്തോ ചെറിയൊരു പുഴുക്കുത്ത് പോലെ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ചാമ്പങ്ങ എടുത്ത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കൈ എത്തുന്നിടത്താണ് ചാമ്പങ്ങ അങ്ങ് നിൽക്കുന്നത്. നിറച്ച് ചാമ്പങ്ങയുണ്ട്. പക്ഷെ അതൊരു വൈനിടാനോ അല്ലെങ്കിൽ ഉപ്പിലിടാനോ ഒന്നും പറ്റാതെ കണ്ടോ. ഒരു സൈഡെല്ലാം നല്ല വെളുത്ത് അങ്ങനെ വന്നേക്കുകയാണ്, ചതഞ്ഞിരിക്കും പോലെ. മറുഭാഗത്തും ഒരു പുഴുക്കുത്തലൊക്കെ ഉണ്ട്. അതുകൊണ്ട് സയോണക്കുട്ടിയൊക്കെ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കത്തേ ഉള്ളൂ. അവർക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണ് ചാമ്പങ്ങ, മാങ്ങ, പേരയ്ക്ക ഒക്കെ. പക്ഷേ ഇതുകൊണ്ട് യാതൊരു കാര്യമില്ല. നമുക്ക് വെറുതെ നമ്മുടെ പരിസരം വൃത്തികേടാകുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിലത്ത് മുഴുവൻ ചാടി ഇങ്ങനെ എല്ലാ ദിവസവും അത് അടിച്ച് വാരിക്കളയണം. പിന്നെ മുറ്റത്ത് കുറച്ച് കോവയ്ക്കും കൂടെ പറിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറേ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കോവയ്ക്ക. അപ്പോൾ ഇത് ബാക്കി നിൽക്കുന്നതും കൂടെ രാവിലെ പറിക്കാമെന്ന് വിചാരിച്ചു. കുറേ നിന്നതൊക്കെ അങ്ങ് മൂത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളത് പറിക്കാതെ കാണാതെ കിടന്നതൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ചുവട്ടിലൊക്കെ കിടന്നത്. നമുക്കതെല്ലാം ഒന്ന് കഴുകി വാരി ഒന്ന് എടുക്കാൻ, നമുക്കത് ഒന്ന് അരിഞ്ഞെടുക്കണം. ഇതും കോവയ്ക്ക് മുഴുവനും കൂടെ. ഇനിയിപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു കോവയ്ക്ക കുറച്ച് അരിഞ്ഞ് വാട്ടി. ഞാൻ സാധാരണ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. പാവയ്ക്ക, കോവയ്ക്ക ഇതൊക്കെ ഒന്നിച്ച്. കോവയ്ക്ക ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ ചെയ്യുന്നത്. പാവയ്ക്ക ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എല്ലാം പറിച്ച് ഇതുപോലെ വാട്ടി ഉണങ്ങി വെക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നോൺ വെജൊന്നും കഴിക്കാൻ പറ്റാത്ത ഒരു സമയത്ത് നമുക്ക് ഇത്തിരി കൊണ്ടാട്ടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ. എന്തെങ്കിലും ഒരു കൂട്ടം കറിയാവുമല്ലോ. അപ്പോൾ നമുക്കിതൊക്കെ മൊത്തം ഒന്ന് അരിഞ്ഞെടുക്കണം. കുറച്ച് കോവയ്ക്ക് ഞാനൊന്ന് മാറ്റി, നല്ല മൂപ്പ് കുറഞ്ഞ കോവയ്ക്ക നോക്കി ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു കറിക്കുള്ളതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കി ഇതുപോലെ നമുക്ക് മൊത്തത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ ഇച്ചിരി നീളത്തിലായിട്ടാണ് അരിയണം. നമ്മൾ ഇപ്പോഴത്തെ എന്താ പറയുക, കാറ്ററിംഗുകാരൊക്കെ നമുക്കിങ്ങനെ ഫ്രൈ ആക്കി തരുമല്ലോ. ഏതാണ്ട് ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാനും അരിഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് അരിഞ്ഞ് ഞാൻ തീർത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുക്കറിനകത്തേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് വേവിച്ച് ഒന്ന് വാട്ടിയെടുക്കുന്നതേ ഉള്ളേ. ഉപ്പിട്ടിട്ടുണ്ട്. അതൊന്ന് നികന്ന് കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് പയ്യെ ഒന്ന് തിള വരുമ്പോൾ നമുക്കതൊന്ന് ഓഫ് ചെയ്യണം. അത് വെന്ത് പോകാൻ പാടില്ല. അപ്പോൾ അതിന് ചെറിയൊരു കറയുണ്ട്. അല്ലെങ്കിൽ ആവി കയറ്റി എടുത്താലും മതി. നമ്മുടെ അപ്പച്ചമ്മിൻ്റെയൊക്കെ മുകളിൽ വെച്ച് നമ്മൾ ആവി കയറ്റി എടുക്കില്ല, അങ്ങനെ എടുത്താലും മതി. പിന്നെ എനിക്കത് കുറച്ചുകൂടെ ഇഷ്ടം, അതിൻ്റെ കറയുണ്ട്, ചെറുതായിട്ടൊരു കറ പോലെയുണ്ട് അതിന്. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഇതാക്കി എടുത്ത് ഊറ്റി കളയുവാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കറയും കൂടെ അങ്ങ് പോയി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതിൽ വെക്കുമ്പോൾ പെട്ടെന്നായി കിട്ടും. അതുകൊണ്ട് ഇതേ തിള വന്നു. ഇനിയിപ്പോൾ അധികം വെക്കുന്നില്ല ഞാൻ, പെട്ടെന്ന് തന്നെ അതൊന്ന് എടുത്ത് മാറ്റുവാണ് കേട്ടോ. ഇതെൻ്റെ ബിരിയാണി കുക്കറാണ് കേട്ടോ. ഇതിൻ്റെ ഒരു എന്തെങ്കിലും ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇത് എടുത്ത് മാറ്റാം. അത് അപ്പം തന്നെ അത് മാറ്റിയില്ലെങ്കിൽ അതിനകത്തിരുന്ന് പെട്ടെന്ന് അത് വെന്ത് പോകും കേട്ടോ. അതിനകത്ത് ചൂട് നന്നായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനത് അതിൻ്റെ തന്നെ മുകളിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ ആവി കയറ്റാൻ വേണ്ടി എടുക്കുന്ന പാത്രമാണ് കേട്ടോ അത്, അരിപ്പപാത്രം. അതിനകത്ത് വെച്ച് നമുക്ക് കൊഴുക്കട്ട, ഇലയട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചൂടാക്കി ആവി കയറ്റി എടുക്കാനുണ്ടെങ്കിൽ, അങ്ങനെ ചോറൊക്കെ ആവി കയറ്റി എടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അതിൻ്റെ മുകളിൽ വെച്ച് ആ പാത്രമാണ് അത്. അപ്പോൾ ഏതാണ്ട് ഉച്ചയായി. ഇപ്പം നമുക്ക് ചോറുണ്ണാറായിട്ടുണ്ട്. ഇതിനിടയിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും കഴിച്ചതില്ല, കാരണം വിശക്കുന്നൊന്നും ഇല്ലായിരുന്നു. സാധാരണ സയാൻകുട്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുന്ന, ഇന്ന് കഴിക്കാനൊന്നും നിന്നില്ല. അപ്പം ഞങ്ങൾ ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അച്ചു ഇവിടെ ഇല്ല കേട്ടോ. അച്ചുവിൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ തൊട്ടടുത്തുണ്ട്. അപ്പോൾ അവളുടെ അടുത്തേക്ക് പോയി. ഇവിടെ തൊട്ടടുത്തൊരു മാവുണ്ട്. ആ മാവിൽ നിന്ന് മാങ്ങ പറിക്കാനും കഴിക്കാനൊക്കെ ആയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഇത് മാങ്ങാ ചമ്മന്തി, പിന്നെന്താ ക്യാബേജ് തോരൻ. ഇത് കഴിഞ്ഞ ദിവസത്തെ മോര് കറിയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്.
പിന്നെ മാങ്ങ അച്ചാറുണ്ട്. അച്ചാർ നമ്മൾ ഇവിടെ തന്നെ ഇട്ട മാങ്ങ അച്ചാറാണ്. ഞാൻ മാങ്ങ അച്ചാർ, ചെറുനാരങ്ങ അച്ചാർ, പിന്നെ നമ്മുടെ ഇലിമ്പൻ പുളി, ഇത്രയും അച്ചാറിട്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിൽ മാങ്ങാച്ചാർ തീരാറായി. ആദ്യം ഇട്ട അച്ചാറൊക്കെ അവിടെ ഇരിക്കുകയാണ്. ഇത് ലാസ്റ്റ് ഇട്ട അച്ചാറാണ്, പക്ഷേ ആ അച്ചാർ തീരാറായിട്ടുണ്ട്. അതുപോലെ പാവയ്ക്ക കൊണ്ടാട്ടമുണ്ട്, മുട്ട പൊരിച്ചതുണ്ട്, പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ കൂട്ടി ഞങ്ങൾ ഊണ് കഴിച്ചു. ഞാനും സൈനക്കുട്ടി കൂടെ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഊണ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു പണിയും കൂടി ഉണ്ട്. അപ്പം നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന കോവയ്ക്ക് നമുക്കൊന്ന് ഉണക്കിയെടുക്കണം. അപ്പം നമുക്ക് തൊട്ടടുത്ത് പാറയുണ്ട്. ഇപ്പം നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലിൻ്റെ സമയമാണ് കേട്ടോ, നട്ടുച്ച സമയമാണ്. 2 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളത് കൊണ്ടിടുകയാണ്. ഒരു 2 വെയിൽ വേണ്ട ഇതൊന്ന് ഉണങ്ങി കിട്ടാൻ, നല്ല വെയിലുള്ളതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വെയിൽ നാളെ ആകുമ്പോഴേക്കും നമുക്ക് എടുക്കാമെന്ന് തോന്നുന്നു. നാളെ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും മിക്കവാറും ഇത് എടുക്കാറാവും. അപ്പോൾ നല്ലോണം നിരത്തി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ നിൽക്കുന്നതിന് നേരെ താഴെ കാണുന്ന സൈഡ് അത് ശരിക്കും ഒരു തോട് പോലെയാണ് കേട്ടോ. അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് മഴയുള്ള സമയത്ത് വെള്ളം ഒഴുകി വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തൊക്കെ നല്ല വെള്ളച്ചാട്ടത്തിന് അതിലെയാണ് കേട്ടോ വെള്ളം ഒഴുകി വരുന്നത്. അപ്പോൾ നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ സമയമാണ്. മഴയുള്ളപ്പോഴത്തെ ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയും മഴയുള്ളപ്പോഴത്തെ കാലാവസ്ഥയും തമ്മിലുള്ള ഒരു വ്യത്യാസം അറിയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് നോക്കിയാൽ മതി. നല്ല രസമാണ് മഴയുള്ള സമയത്ത്. ഇപ്പോൾ വെയിൽ കാരണം നമുക്ക് അവിടെ നിൽക്കത്തില്ല, തീ പിടിക്കുമെന്ന് തോന്നിപ്പോവും, അതുപോലത്തെ വെയിലാണ് കേട്ടോ. അപ്പോൾ ഇന്നതേ ഇപ്പോൾ ഉച്ചയായിട്ടോ, നല്ല ഉച്ച 2 മണി കഴിയുന്ന സമയമായി. അപ്പോൾ സാധാരണ ദിവസമാണെങ്കിൽ ഈ സമയത്ത് ഞാൻ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങുന്നതാണ്. അപ്പോൾ സൈനയൊക്കെ സ്കൂളിലായിരിക്കും. പിന്നെ വൈകുന്നേരം അവളെ വിളിക്കാനായിട്ട് ഒരു 3:30 ആകുമ്പോഴത്തേക്കും പോകാറാണ് പതിവ്. അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോയി പാറയിൽ പോയി ഇതൊക്കെ കോവയ്ക്കൊക്കെ ഉണങ്ങാൻ വെച്ചു. ഇനിയിപ്പം സാധാരണ പോലെ അതിന് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി നേരം കയറി കിടക്കാമെന്ന് വെച്ചു. പിന്നെ വൈകുന്നേരം വരെ എടുത്ത വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അന്ന് വീഡിയോ ഒത്തിരി ലെങ്തായി പോവും. അപ്പോൾ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ വേറൊരു ദിവസം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഏതായാലും ഞങ്ങൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ളൊരു പിള്ളേർക്ക് അവധിയുള്ളൊരു ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റ.